എവിടെ ക്യാറ്റ് എവിടെ? ഹലോ, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. എന്തൊക്കെയുണ്ട് വിശേഷം? സുഖനല്ല എല്ലാവർക്കും? ഇന്നത്തെ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നൊരു ചെറിയ വീഡിയോ ആയിട്ട് വന്നതാണ് കേട്ടോ. അപ്പോൾ നട്ട ഉച്ചക്കാണ് വീഡിയോ എടുക്കാൻ തുടങ്ങുന്നത്. ഈ നട്ടുച്ചത്ത് മുറ്റത്ത് എന്താ പരിപാടി എന്നല്ലേ? അപ്പം ഈ നട്ടുച്ചക്ക് ഇവിടെ കുറച്ച് ടീംസ് കളിച്ചിട്ടുണ്ട് കേട്ടോ. ഇത് രാവിലെ തൊട്ട് ഉച്ച വരെ പരീക്ഷയുള്ള ടീമാണ്. അപ്പോൾ ഓല കളിൻ്റെ കൂട്ടത്തിൽ നമ്മുടെ സെനിക്കുട്ടനും ജോയിൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതാ വെയിലൊക്കെ കൊണ്ടില്ല കളിയാണേ. അതിൻ്റെ ഇടയ്ക്ക് ഇന്നലെ പുതിയൊരു അതിഥി നമ്മളെ വീട്ടിലേക്ക് എത്തിക്കണം കേട്ടോ. അപ്പോൾ ഇത് സെനിക്കുട്ടൻ്റെ സ്വന്തം പൈസ കൊണ്ട് വാങ്ങിയ സൈക്കിളാണ് കേട്ടോ. സെനിക്കുട്ടൻ വലിയ ചെക്കനായി, ഇൻഡിപെൻഡൻ്റ് ആയി. അതെങ്ങനെയാ വെച്ചാലേ, സെനിക്കുട്ടന് പ്രസവിച്ച വകയിലൊരു 700 രൂപ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ മഞ്ചേരി മെഡിക്കൽ കോളേജിൽ നിന്ന്. അപ്പം അത് ഇപ്പോഴാണ് കിട്ടിയത്. 2 വയസ്സാകാൻ ആയപ്പോൾ രണ്ടാമത്തെ വയസ്സിൻ്റെ ബർത്ത്ഡേ കഴിക്കാൻ വേണ്ടിയിട്ട് അയച്ചെന്നതാ തോന്നുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് അന്ന് പ്രസവത്തിൻ്റെ ആണോ അതോ പ്രസവം നിർത്തിൻ്റെ ആണോ എന്താന്നുള്ളത് ഞങ്ങൾക്ക് തന്നെ വലിയൊരു ഓർമ്മയില്ല കേട്ടോ. 2 വർഷമാവാനായില്ലേ. ഉമ്മാനോട് ചോദിച്ചപ്പോൾ ഉമ്മ പറഞ്ഞു ഇത് രണ്ടിലും എന്തിനോ ഒന്നിനാണ് എഴുതി കൊടുത്തിട്ടുണ്ടായിനത്. അപ്പം എല്ലാവരും എഴുതി കൊടുക്കുന്നുണ്ടപ്പോൾ ഉമ്മ പറഞ്ഞെന്നാ ഞമ്മക്ക് അപേക്ഷ പൂരിപ്പിച്ച് കൊടുക്കല്ലേ എന്നൊക്കെ പറഞ്ഞാണ്ട് അങ്ങനെ കൊടുത്തതേനി കേട്ടോ. അപ്പോൾ ആ കൊടുത്തപ്പോൾ തന്നെ അത് വാങ്ങിച്ചപ്പോൾ ആ സിസ്റ്റർ പറഞ്ഞിട്ടുണ്ടേനി ഇത് ഉറപ്പില്ല കാര്യമൊന്നുമല്ല കേട്ടോ, ചിലപ്പോൾ കിട്ടും ചിലപ്പോൾ കിട്ടൂല, KKPP ആണ് എന്ന് പറഞ്ഞിട്ടുണ്ടേനി. അപ്പം എന്തായാലും അത് ഇന്ന് കിട്ടിയിട്ട് ഇന്നല്ല കേട്ടോ, ഒരു 3-4 ദിവസം മുന്നേ കിട്ടിയിട്ടുണ്ടേനി. അപ്പം ഇന്നലെയാണ് പിന്നെ സൈക്കിള് പോയിട്ട് വാങ്ങിയത് കേട്ടോ. സൈക്കിള് വാങ്ങണമെന്ന് വിചാരിച്ചിട്ട് കുറച്ച് ദിവസം ആയിട്ടുണ്ടെങ്കിൽ കേട്ടോ. അപ്പോൾ ആ പൈസ കിട്ടിയപ്പോൾ അതിക്കൂടെ കൂട്ടി അങ്ങോട്ട് വാങ്ങിച്ചു എന്നേ ഉള്ളൂ കേട്ടോ. അപ്പം ഇനി ജനസംഖ്യാ വർധനവ് കുറച്ചതിന് ഉള്ളതാണോ പ്രസവത്തിൻ്റെ ആണോ എന്താന്ന് ഞങ്ങൾക്കൊന്നും വലിയ ഐഡിയ ഒന്നും ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ഞാൻ വെള്ളം സോപ്പിട്ട് മറ്റവരെയൊക്കെ പിടിച്ച് അകത്താക്കിക്കണേ. ഇപ്പം ഇനിയിപ്പോൾ പാട്ടും കൂത്തും ഗാനമേളയും ഒക്കെ ആയിട്ടാണ് കേട്ടോ. എന്നാലും അകത്തി ഇരിക്കുമല്ലോ. പുറത്താകുമ്പോഴേ സെനിമോനും മോലെ കൂടെ നടന്ന് വെയിലുള്ളതാണേ. അങ്ങനെ ഞാൻ എൻ്റെ കിച്ചൺ കയറിയിരിക്കണം കേട്ടോ. അപ്പോൾ ഇത് ഈ ഒരു കപ്പിലുണ്ടല്ലോ, ഞാൻ മണി പ്ലാന്റ് അല്ലേ ഇനി വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് ഞാൻ മാറ്റിക്കാണ്ട് സ്നേക്ക് പ്ലാന്റ് ആക്കി കൊടുത്തിക്കണം കേട്ടോ. മണി പ്ലാന്റ് എന്തായാലും ഇങ്ങനെ വെച്ചപ്പോൾ ഒരു ഭംഗിയില്ലാത്തൊരു തോന്നൽ എനിക്ക്. അപ്പം ഞാനതൊന്ന് മാറ്റിയതാണ്. അപ്പം ഇന്ന് രാവിലെ ഞാൻ അതിൽ സ്നേക്ക് പ്ലാന്റ് കൊണ്ടുവന്ന് വെച്ചിക്കണം കേട്ടോ. അപ്പം ഞാൻ വെച്ചപ്പോൾ തന്നെ പറഞ്ഞിട്ടില്ലേനോ, എനിക്കോരോ തോന്നലാണ്. തോന്നുമ്പോൾ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റും. അതൊരു എന്താ പറയുക, ഒരു പോസിറ്റീവ് ഒരു വൈബ് ഒക്കെയാണ് കേട്ടോ. അപ്പോൾ ഞാൻ അതിനൊക്കെ ഒന്ന് ഈ ഒരു സമയത്തൊന്നും നനച്ചെടുക്കാൻ പാടില്ല, അല്ലെങ്കിൽ രാവിലെ അല്ലെങ്കിൽ വൈകിട്ട് അങ്ങനെയൊക്കെയാണല്ലോ. പക്ഷെ എനിക്കപ്പോൾ നനച്ചെടുക്കാൻ തോന്നിയപ്പോൾ അങ്ങനെ നനച്ചെടുത്തതാണ് കേട്ടോ. ഇന്നിപ്പോൾ ചായക്കടി ഉണ്ടാക്കാൻ ഒരു മൂടുണ്ടേനും, പക്ഷെ ഉണ്ടാക്കാൻ ഒരു സാധനവും പെരിയിൽ ഇല്ലേനു കേട്ടോ. അപ്പം പിന്നെ ചായക്കടി എന്തെങ്കിലും വാങ്ങിച്ചണമെന്നുണ്ടെങ്കിൽ അതിന് ചില്ലറായിട്ട് പൈസ ഉണ്ടായിട്ടുണ്ടായില്ല കേട്ടോ. അപ്പം ഞാൻ എന്ത് വിചാരിച്ചു, കുറച്ച് പാസ്തയും കൂടി ബാക്കി ഉണ്ടായിനി. എന്നാൽ പിന്നെ ഒന്ന് പാസ്ത ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. നമ്മളെ ഗോതമ്പിൻ്റെ പാസ്ത ഞാൻ വാങ്ങിച്ചു എന്നൊക്കെ പറഞ്ഞിട്ടില്ലേ. അപ്പോൾ 0 കൊളസ്ട്രോൾ ആണ്, ട്രാൻസ്ഫാറ്റ് ഫ്രീ ആണ് എന്നൊക്കെ ഇത് എഴുതിയിരിക്കണം കേട്ടോ. പക്ഷെ ഒന്ന് മാത്രമേ എനിക്കറിയാം, ഇത് ഗോതമ്പിൻ്റെ ആണ് എന്നുള്ളത്. കാരണം എന്താ വെച്ചാൽ ഇത് കഴിക്കുമ്പോൾ ആ ഒരു ഗോതമ്പ് ചോറൊക്കെ കഴിക്കൂലേ, ആ ഒരു ടേസ്റ്റ് വരുന്നുണ്ടേനി കേട്ടോ. അപ്പം ഇന്ന് ഞാൻ വൈറ്റ് സോസ് പാസ്തയാണ് ഉണ്ടാക്കണേ. വേണ്ടില്ലേനു, വെറുതെ എന്താ പറയുക, കൗതുകം ലേശം കൂടുതലാണല്ലോ. എന്തായാലും നമ്മളെ ഉപ്പും പാത്രത്തിന് ആയുസുള്ളത് കൊണ്ട് ഒന്നും പറ്റിയിട്ടില്ല. അപ്പം നമ്മളെ പാസ്തക്കുള്ള വെള്ളം തിളച്ച് വന്നപ്പോഴേ ഞാൻ അതിലേക്ക് പാസ്ത ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ അത് വെന്ത് വരട്ടെ. അപ്പം ഇന്ന് വൈറ്റ് സോസ് പാസ്തയാണ് ഉണ്ടാക്കണത്. അപ്പോഴേക്ക് വലിയ പ്രത്യേകിച്ച് പണികളൊന്നുമില്ലല്ലോ. അപ്പോൾ ആ ഗ്യാപ്പിൽ ഞാൻ എന്ത് ചെയ്യാം, ഇവിടെ അല്ല കുറച്ച് തുണികളൊക്കെ ഉണ്ടായിന് കേട്ടോ, ഉണങ്ങി കൊണ്ടുവന്ന് വെച്ചത്. ഇപ്പം ഭയങ്കര ഒരു രക്ഷയില്ലാത്ത വെയിലാണ്. അപ്പം അത്തൊക്കെ എന്താ അത്തം വെയിലിലാണെന്ന് തോന്നുന്നുണ്ട് കേട്ടോ. അത്തം കറുത്താൽ ഓണം വെളുക്കുന്നു, അങ്ങനെ ഒക്കെയാണല്ലോ. അപ്പം അത്തം വെളുത്തിട്ടാണ്, ഇനിയിപ്പോൾ ഓണം കറുക്കോ എന്തോ ആവലേ. അപ്പം എന്തായാലും കുറച്ച് തുണികളൊക്കെ മടക്കി എടുത്തേക്കാണ്ടേനി. അപ്പം അതിൻ്റെ ആ ഗ്യാപ്പിൽ ഞാൻ കുറച്ചൊന്ന് മടക്കി വെച്ചിട്ടുണ്ടേനി കേട്ടോ. മുഴുവനായിട്ട് മടക്കിയിട്ടില്ല. അപ്പോഴേക്കും നമ്മുടെ പാസ്ത വന്നപ്പോൾ ഞാൻ എന്താട്ടി വീണ്ടും കിച്ചണിൽ തന്നെ വന്നു കേട്ടോ. അപ്പോൾ അടിയിലൊരു പാത്രം വെച്ചിരിക്കണം കേട്ടോ. അതിലേക്കാണ് ഞാൻ വെള്ളം ഒഴിച്ച് വിടുന്നത്. അല്ലാതെ നമ്മൾ ഡയറക്റ്റായിട്ട് സിങ്കിൽ ഒഴിക്കുകയാണെങ്കിൽ പൈപ്പ് തുറന്നിടണം. അല്ലെങ്കിൽ ചിലപ്പോൾ നല്ല ചൂടൊക്കെ ചെല്ലുമ്പോൾ നമ്മൾ വെള്ളം പോണ കോയിൽ ഉരുകാനൊക്കെ സാധ്യത ഉണ്ട് കേട്ടോ. മുമ്പ് ഒരു ദിവസം എരിവുള്ള പാസ്ത ഉണ്ടാക്കി കുട്ടികൾക്കൊക്കെ എരിഞ്ഞതുകൊണ്ട് തന്നെ ഇന്നിപ്പോൾ ഞാൻ വൈറ്റ് സോസ്
ആണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മളെ പാന് ചൂടായി വന്നപ്പോൾ അതിലേക്ക് ബട്ടർ ചേർത്തിട്ട് ഒരു 2 അല്ലി വെളുത്തുള്ളി ചെറുതാക്കി കട്ട് ചെയ്ത് വെച്ചതിന് അപ്പോൾ അത് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് വഴറ്റിയെടുത്തതിന് ശേഷം ഞാൻ കോൺഫ്ലവർ ആണ് ചേർത്തെടുക്കുന്നത്. കോൺഫ്ലവർ അല്ലെങ്കിൽ മൈദയാണ് വേണ്ടത്. ഞാൻ കോൺഫ്ലവർ ഉള്ളതുകൊണ്ട് അത് ചേർത്ത് കൊടുത്തു കേട്ടോ. ഇപ്പോൾ മൈദയായി കോൺഫ്ലവറായി അതൊന്നും കുഴപ്പമൊന്നുമില്ല കേട്ടോ, രണ്ടിലേതായാലും പറ്റും. പിന്നെ അതിലേക്ക് ഞാൻ പാലാണ് ചേർത്ത് കഴിഞ്ഞത്. പാലില്ലെങ്കിൽ പാൽപ്പൊടി ഉണ്ടല്ലോ, വെള്ളത്തിൽ കലക്കിയിട്ട് ചേർത്ത് വെച്ചാൽ നല്ല ടേസ്റ്റ് ആയിക്കാരം കേട്ടോ. പാലിനേക്കാൾ എനിക്ക് തോന്നുന്നു പാൽപ്പൊടി വെച്ച് ചെയ്യുമ്പോൾ ഒരു ഇത്തിരി ടേസ്റ്റൊക്കെ ഉണ്ടാവും. അപ്പോൾ അതിലേക്ക് ഉപ്പും കുരുമുളക് പൊടിയും പിന്നെ ചില്ലി ഫ്ലേക്സ്, ഒറിഗാനോ അങ്ങനെയുള്ള സംഗതികളൊക്കെ വേണമെങ്കിൽ ചേർക്കാം. ഇന്ന് ചീസും ഇല്ല കേട്ടോ ചേർക്കാൻ, ചീസ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പം ഞാൻ നമ്മുടെ പാസ്ത ഊറ്റി വെച്ചിട്ടുണ്ടെങ്കിലേ അപ്പോൾ അതും കൂടി ചേർത്ത് കൊടുത്ത് അങ്ങനെ മിക്സ് ആക്കി എടുക്കണം കേട്ടോ. അപ്പോൾ ചീസും കൂടി ചേർക്കുകയാണെങ്കിൽ ഒരിത്തിരിയും കൂടി നല്ല ടേസ്റ്റിയും ഒരിത്തിരിയും കൂടി ക്രീമിയൊക്കെ ആവും കേട്ടോ. അപ്പോൾ ചീസ് ഇല്ലാത്തതുകൊണ്ട് ഞാനിതാ ഇവിടം വെച്ച് പരിപാടി അവസാനിപ്പിച്ചു കേട്ടോ. അപ്പോൾ നമ്മുടെ വൈറ്റ് സോസ് പാസ്ത റെഡി ആയിക്കണേ. അപ്പം ഞാൻ പറഞ്ഞ പോലെ തന്നെ ഗോതമ്പ് ചോറിൻ്റെ ആ ഒരു ടേസ്റ്റ് വരുന്നുണ്ടെങ്കിൽ, അപ്പോൾ പണ്ടത്തെ ആ ഗോതമ്പ് ചോറൊക്കെ മിസ് ചെയ്യണവരുണ്ടെങ്കിൽ ഗോതമ്പ് കുത്താനൊക്കെ മടിയുള്ളവർ ഇത് വെച്ചിട്ടൊന്ന് ഉണ്ടാക്കി വെക്കാലും മതി കേട്ടോ. ഇത് ആ ഒരു അതേ ഒരു ടേസ്റ്റ് വരും കേട്ടോ. സംഗതി ആളൊരിത്തിരി പരിഷ്കാരിയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് എന്താ കാര്യം, നമുക്ക് നമ്മുടെ ചായനൊപ്പം അല്ലാതെ ഇയാളെ പോകൂല. അപ്പം ഞാനിതാ കട്ടൻ ചായ ഒക്കെ ഉണ്ടാക്കിയിട്ടാണ് ഞങ്ങൾ പിന്നെ പാസ്റ്റൊക്കെ കഴിച്ചത് കേട്ടോ. 4 മണിക്ക് എന്തെങ്കിലും ഒരു കടി വേണമെന്നുള്ളൂ. അപ്പം ഇനി എന്തായാലും കുഴപ്പമില്ല. അങ്ങനെ നല്ല അടിപൊളി പാസ്റ്റൊക്കെ കഴിച്ച് അതൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ ഞാൻ നേരത്തെ മടക്കി വെക്കാനതിൻ്റെ ബാക്കിയുമൊക്കെ വരുന്നത്. അപ്പം ഞാൻ പിന്നെ പാസ്റ്റമ്മ കൂടെ പോയി പിന്നെ കുട്ടിയൊക്കെ ചായ എടുക്കലായി, അങ്ങനെ ആവായി ഒക്കെ പോയി കറങ്ങി തിരിഞ്ഞ് ലാസ്റ്റാണ് ബാക്കി തുണികളൊക്കെ മടക്കി വെക്കാൻ വരുന്നത് കേട്ടോ. അപ്പം ഇതൊക്കെ അതിൻ്റെ സ്ഥാനത്ത് കൊണ്ടുപോയിക്കട്ടെ. നമ്മുടെ സെനിക്കുട്ടനെ ഇതുവരെ ഇത് കാണാത്തത് കൊണ്ടാണ്, അല്ലെങ്കിൽ മടക്കി വെച്ചതൊക്കെ വീണ്ടും എനിക്ക് ഒന്നുകൂടി മടക്കാനുള്ള പണിയാക്കി തന്നിട്ടുണ്ടാവും. അപ്പോൾ ബെഡ്ഷീറ്റും തലക്കണ്ണിയും ഒക്കെ വലിച്ചു വാരിയിട്ടിട്ടുണ്ടേനി കേട്ടോ. ഒരു 3 ആളും കൂടി കൂടിയാൽ പിന്നെ തല ഉത്തരം മറിച്ചിങ്ങോട്ട് വെക്കും. ആ ഒരു അവസ്ഥയിൽ കാട്ടിക്കൂട്ടിട്ടോല്ലേ. പിന്നെ ദാ ഈ ഒരു സമയമായാൽ നമ്മുടെ സെനിക്കുട്ടൻ്റെ സമയമാണ്, അതുപോലെ അറിയാം കേട്ടോ. ഈ ഒരു സമയമായാൽ എനിക്ക് പുറത്തു കൂടെ ഇറങ്ങാൻ ഒരു സ്വാതന്ത്ര്യം കിട്ടുന്ന ഒരു സമയമാണ് എന്നുള്ളത്. ആ സമയമായാൽ കണ്ടോ, ആൾ ട്രൗസറൊന്നും ഇട്ടിട്ടില്ലെങ്കിൽ ട്രൗസറൊക്കെ പോയി എടുത്തു കൊണ്ടുവന്ന് തരും. പിന്നെ ചെരുപ്പൊക്കെ ഇട്ട് ഇപ്പോൾ നീയക്കുട്ടീൻ്റെ കൂടെ കുറച്ച് സമയം അവിടെ നിന്ന് ഇരുന്നിക്കണം കേട്ടോ. അപ്പോൾ ആ ഇരിക്കുന്ന സമയം കൊണ്ട് വേഗം ബാക്കിയുള്ള പാത്രങ്ങളും കൂടി ഒന്ന് കേക്ക് വെക്കാമെന്ന് വിചാരിച്ചു. എൻ്റെ ഗ്യാസ് അടുപ്പുണ്ടല്ലോ, ആളൊരു ഇത്തിരി പയഞ്ചനാ, ഒരു 10 കൊല്ലം മുന്നത്തെയാണ്. ഇനിയിപ്പോൾ അതായതുകൊണ്ടാണെന്ന് അറിയില്ല, എനിക്കറിയില്ല. പാത്രത്തിൻ്റെ ചുവട്ടിലൊക്കെ ഇങ്ങനെ ഒരു കരി വരുന്ന മാതിരി. സാധാരണ ഗ്യാസ് കഴിയാൻ സമയത്താണല്ലോ അങ്ങനെയൊക്കെ കാണുക, പക്ഷെ എൻ്റെ ഇത് ചില സമയത്തൊക്കെ അങ്ങനെ ആവും കേട്ടോ. അപ്പോൾ ഞാൻ ഒരിത്തിരി സബീനപ്പൊടി ഇട്ടിട്ട് നമ്മൾ ആ ഡിഷ് വാഷിൻ്റെ ലിക്വിഡ് ഇട്ടിട്ട് ഇങ്ങനെ വരച്ചെടുത്താൽ നമ്മുടെ പാത്രം പിന്നെ പുതിയതുപോലെ മിന്നി തിളങ്ങും. ഓൾറെഡി പുതിയതാണ്, പക്ഷെ എന്നാലും ആ കരിയിലെ ഭാഗമൊക്കെ ഒന്ന് പോയിട്ട് ഒന്നുകൂടി ഒന്ന് ക്ലീനായി കിട്ടും കേട്ടോ. അപ്പം ഞാൻ അതേപോലെ തന്നെയാണ് സിങ്കും കാര്യങ്ങളൊക്കെ ഉരക്കല് കേട്ടോ. അപ്പോൾ ഞാൻ വല്ലാതെ കമ്പിച്ചണ്ടിയിട്ട് ചിപ്പിൽ കുന്നുന്ന പരിപാടിയൊന്നുമില്ല. ഇതും കൊണ്ട് തന്നെ അങ്ങനെ പോയി കിട്ടും കേട്ടോ. പിന്നെ കമ്പിച്ചണ്ടിയൊക്കെ ഇട്ട് ഉരക്കുമ്പോൾ നമ്മൾ സ്റ്റീലിൻ്റെ പാത്രങ്ങളാണെങ്കിലും വേഗം സ്ക്രാച്ചായി അതിൻ്റെ ആ ഭംഗിയില്ല, ആ ചൊറുക്ക് അങ്ങോട്ട് പോയി കിട്ടും. അങ്ങനെ പാത്രങ്ങളൊക്കെ ഓരോന്നോരോന്നായിട്ട് കഴുകി വൃത്തിയാക്കി ഒക്കെ എടുത്ത് വെച്ചു. ഇനിയിപ്പോൾ വൈകുന്നേരത്തിന് ഉള്ള മീനൊക്കെ പൊരിച്ചേക്കാൻ കേട്ടോ. രാത്രി ആവാനൊന്നും നിൽക്കണില്ല, അതിൻ്റെ മുന്നേ തന്നെ കാര്യങ്ങളൊക്കെ ചെയ്തേക്കാണ്. കാരണം എന്താ വെച്ചാൽ മക്കൾക്ക് പരീക്ഷ ഉണ്ടാകുമ്പോൾ വൈകുന്നേരമായ ഒന്ന് യുദ്ധം വെട്ടാൻ കൂടണം. അപ്പോൾ പിന്നെ അതിന് മുന്നേ എൻ്റെ പണികളൊക്കെ ഒന്ന് തീർത്ത് വെച്ചാൽ എന്നാൽ പിന്നെ എനിക്ക് സമാധാനത്തിൽ ഓല കൂടി ഇരിക്കാമല്ലോ. മറ്റേത് അടുക്കളയിലത്തത് നോക്കണം, കാര്യങ്ങളും നോക്കണം, രണ്ടും പാടെ ആകുമ്പോഴേ നടക്കൂല. അപ്പോൾ പിന്നെ ഞാൻ മീൻ മസാല പറ്റി വെച്ചിട്ടുണ്ടേനി കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് പൊരിക്കാൻ വേണ്ടിയിട്ട് ഇട്ട് കൊടുത്തേക്കണേ. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ കുട്ടികളുടെ അടുത്ത് പോയി നോക്കണമൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഓൾക്ക് എന്താ പണി വെച്ചാൽ നീയക്കുട്ടി സൈക്കിള് റോട്ടിൽ ഇറക്കണ്ടെന്നും സിനിമോന് ഇറക്കണമെന്നും പറഞ്ഞിട്ട് സൈക്കിളിന്മേൽ 2 ആളും അങ്ങോട്ടും ഇങ്ങോട്ടും മലപ്പുറത്തും പിടിച്ചുകൊണ്ട് നിൽക്കുകയാണേ. ഈ സമയമായാൽ കുട്ടികളൊക്കെ സൈക്കിളും വണ്ടികളൊക്കെ എടുത്ത് റോട്ടിൽ ഇറങ്ങുന്ന സമയമാണല്ലോ. അങ്ങനെ പിന്നെ
അതുപോലെ കളിയും കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞ് എല്ലാവരും കുളിപ്പിച്ച് അകത്തേക്ക് കയറ്റിയിട്ടുണ്ടായിന് കേട്ടോ. പിന്നെ രാത്രിക്കത്തെ കാര്യങ്ങൾ അധികമൊന്നും ഷൂട്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല. കാരണം എന്താ വെച്ചാൽ ഇപ്പോൾ കുട്ടികൾക്ക് ഓൺലൈനായിട്ട് തന്നെ ഈ ക്ലാസ്സുകളൊക്കെ വരുമല്ലോ, റിവിഷനും കാര്യങ്ങളൊക്കെ ഓൺലൈനായിട്ട് സൈലത്തിൻ്റെ മാരത്തോണും ഒക്കെ ഉണ്ടാകുമല്ലോ. അപ്പം ഞാൻ അതൊക്കെ കാണിച്ചു കൊടുക്കലുണ്ട് കേട്ടോ. ഞാനും കുറച്ച് സമയമൊക്കെ പഠിപ്പിച്ചു. പക്ഷെ അതിലും ഒരുവിധം വരുന്ന ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ടല്ലോ. അപ്പം അതൊക്കെ ഇന്ന് ഫോണിൽ കാണുന്നതുകൊണ്ട് മുഴുവനായിട്ടൊന്നും വീഡിയോ ഷൂട്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല കേട്ടോ. അപ്പോൾ ഓലൊക്കെ ബുക്ക് എടുത്ത് വായിക്കുന്നുണ്ട്. എന്നാൽ പിന്നെ ബുക്ക് എടുത്ത് കുറച്ച് സമയം ഞങ്ങളും എന്തെങ്കിലുമൊക്കെ ഒന്ന് വായിച്ചിരിക്കാം. എവിടെ ക്യാറ്റ് എവിടെ? പൂച്ചയുടെ പൂച്ചയുടെ ഇതൊക്കെ പൂച്ചല്ലേ? ഇതാരാണ്? എലി എലി ഇതാരാ? ആരാ? ആരാ? താത്ത. നീ താത്തേ? നീ താത്തേ അല്ലേ? അപ്പം നിയമോക്കും മജുവിനും ക്ലാസ് ഒക്കെ ഇട്ട് കൊടുത്ത് ചില സമയത്ത് കുഞ്ഞുട്ടിൻ്റെ ഫോൺ ഇവിടെ വെച്ച് പോകും. അപ്പോൾ കുഞ്ഞുട്ടിൻ്റെ ഫോണിൽ ഒരാൾക്കും എൻ്റെ ഫോണിൽ ഒരാൾക്കും ക്ലാസ് ഇട്ട് കൊടുക്കും കേട്ടോ. ഏകദേശം അതിലുള്ള ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ വരവുണ്ട്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് മക്കൾക്ക് ഫുഡൊക്കെ കൊടുത്തു കേട്ടോ. എനിക്കിന്ന് എന്താണാവോ കഞ്ഞി കുടിക്കാനൊരു മോഹം. അപ്പം ഞാനിന്ന് കഞ്ഞിയൊക്കെയാണ് കുടിച്ചത് കേട്ടോ. അപ്പം അങ്ങനെയൊക്കെയായിരുന്നു നമ്മളെ ഇന്നത്തെ കുഞ്ഞു വീഡിയോ വിശേഷങ്ങൾ. വീണ്ടും നല്ല അടിപൊളിയായിട്ടുള്ള വീഡിയോസൊക്കെ ആയിട്ട് ഞാൻ വരുന്നുണ്ട്. പിന്നെ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം കമൻ്റായിട്ട് എഴുതുക. കമൻറ്റ് ബോക്സ് ഓഫ് ആകുമോ എന്താ അറിയില്ല കേട്ടോ. ഇപ്പോൾ കുറച്ചധികം കുട്ടികളെ വീഡിയോസൊക്കെ ക്ലിപ്സൊക്കെ ഉണ്ടായതുകൊണ്ടേ. അപ്പോൾ വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും. ബൈ ബൈ.